ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓഫീസിലെ ഓണ സെലിബ്രേഷൻ്റെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എടുത്തിട്ട് കുറേ ദിവസമായി കേട്ടോ. എന്നാണ് നമ്മുടെ ഈ പരിപാടി എന്നായിരുന്നാവോ 13-ാം തീയതി ആയിരുന്നോ? 13-ാം തീയതി തന്നെയാണോ? 13 വിശ്വാസം. 13-ാം തീയതി എടുത്ത വീഡിയോയാണ് ഇന്നാണ് എനിക്ക് ഇടാൻ പറ്റിയത് കേട്ടോ. വീഡിയോ എല്ലാം എടുത്തെടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു സുഹൃത്തുക്കളെ. നമുക്കത് അപ്ലോഡ് ചെയ്യാൻ ഇടാനും പറ്റില്ല. നിങ്ങളിപ്പോൾ കണ്ട നീല ഷർട്ട് ഇട്ട ആളെ കണ്ടോ? അതാണ് നമ്മുടെ HI, നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഓഫീസിലെ മെയിൻ സാറിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങ് പാസ് ചെയ്ത് പോയി. കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ വരുന്ന നമ്മളതിൻ്റെ നമ്മുടെ ജയച്ചിയെ കൂടെ ഒന്ന് കാണിച്ചത്. ജയച്ചിയെ വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഭയങ്കര ഇത് എടുക്കണ്ട എന്നും പറഞ്ഞ് എന്നാലും ഞാൻ ഓട്ടിച്ചിട്ട് വീഡിയോ ഓട്ടിച്ചിട്ട് നമ്മുടെ ജയച്ചിയും കൂടെ ഒന്ന് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പറയുന്ന കണ്ടോ, വേണ്ട എടുക്കണ്ട എന്ന് പാവം പറയുന്നുണ്ട്. എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഹാഫ് സാരിയൊക്കെ കൊടുത്ത് സൂപ്പറായിട്ട് പൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ സഹപ്രവർത്തകരെയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അത്തമൊക്കെ സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടോ അത്തത്തിൻ്റെ ഭംഗി കണ്ടോ? നല്ല രീതിക്ക് അത്തമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ ഫോണും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞ് കൂട്ടുകാരെല്ലാം ഓണം ഇത് പറയുന്നുണ്ട് കേട്ടോ. ഹാപ്പി ഓണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ എല്ലാ സൗണ്ടും കളഞ്ഞു കേട്ടോ. അവർ പറയുന്നതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. പാട്ടിനിടയിൽ അവർ ഹാപ്പി ഓണം പറയുന്നതും കൂടെ ഞാൻ ഇട്ടാലുണ്ടല്ലോ എൻ്റെ വീഡിയോക്കൊക്കെ കോപ്പിറൈറ്റും കിട്ടും സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവരും നിങ്ങളെ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിഷ് ചെയ്തോളൂ. ഓണത്തിൻ്റെ അന്നിടേണ്ടത് ഞാൻ ഓണം കഴിഞ്ഞിട്ടാണ് നിങ്ങളെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കുന്നത്. എല്ലാവരും ഹാപ്പി ഓണം പറയുന്നുണ്ട് കണ്ടോ. കൈയെടുത്ത് എല്ലാവരും ഹാപ്പി ഓണം പറയുന്നുണ്ട്. വോയിസ് ഓവറൊക്കെ ഞാൻ അതിൻ്റെ ഹാപ്പി ഓണം അടുത്ത ആളും പറയുന്നുണ്ട്. ഞാനതിൻ്റെ സൗണ്ടൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എനിക്ക് എത്തിക്കാൻ പറ്റിയത് സുഹൃത്തുക്കളെ. എന്നാ ചെയ്യാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തിരുവാതിര ഒന്നുകൂടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. തിരുവാതിരക്കാരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. 3 പേരുണ്ട്. ബാക്കി 3 പേര് അങ്ങോട്ട് എവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ മുകളിലോട്ട് കയറി കേട്ടോ. ഓഫീസിൻ്റെ മുകളിലോട്ട് ടെറസിലോട്ട് കയറി തിരുവാതിര ഒന്നുകൂടെ ഒന്ന് കളിച്ച് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങിയിട്ട് എൻ്റെ ഫോണ് നമ്മുടെ കൂടെ നിന്ന ഒരു ജീവനക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ്. നമ്മൾ അത്തപ്പൂവിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നതും വിളക്ക് കത്തിക്കുന്നതായിട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ വിശേഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിരന്നിരിപ്പുണ്ട്. അതിനിടയിൽ നമ്മളെ മോനുണ്ടല്ലോ ഓഫീസിലെ ജീവനക്കാരൻ കളിക്കുന്നത് കണ്ടോ. ഞാനും എൻ്റെ അളിയനും കൂടെ വീട്ടുവരമ്പിൽ പോകുമ്പോൾ വീട്ടുവരമ്പിലൊരു ചേനത്തണ്ട്, ആ ചേനത്തണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ടാണ് പാടുന്നത്. പാട്ടൊക്കെ ഇതിൻ്റെ കൂടെ കേൾക്കാൻ രസമുണ്ടായിരുന്നു കേട്ടോ. പാട്ടും കൂടെ ഇതിൻ്റെ ഇടയിൽ കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ, പാട്ടും ട്യൂണിങ്ങും ഒക്കെ കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ കാണാനും കേൾക്കാനും രസമുണ്ടായിരുന്നു. എന്ത് ചെയ്യാം, നമുക്കതിനുള്ള അനുവാദം യൂട്യൂബ് തന്നിട്ടില്ല. അതുകൊണ്ട് പാട്ടൊന്നും ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല, ട്യൂണൊന്നും ആഡ് ചെയ്യുന്നില്ല. എൻ്റേതായ സ്വന്തം വോയിസാണ് ഞാനിവിടെ നിങ്ങളെ മുന്നിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടുകാരെല്ലാം നിരന്നിരിപ്പുണ്ട്. ഇതിനിടയിൽ കുറിയിടുന്നവരും കുറിയിടാത്തവരും ഒക്കെ ഇരിക്കുകയാണ്. അവരെല്ലാം നിരന്നിരിക്കുന്നതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് അവരുടെ എല്ലാ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ആർക്കും ഒരു എതിർപ്പുമില്ല കേട്ടോ. എല്ലാവരും വീഡിയോ എടുക്കാനേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞുമോളെ കണ്ടോ, കുഞ്ഞുമോളെ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എല്ലാവരും ഒന്നിലുള്ള സാരി എന്ന് പറയാൻ പറ്റില്ല. കുറേ പേര് 3/4 ആൾക്കാരും ഒരേ സെയിം സാരിയാണ്. അല്ലാത്തവർ തെറ്റിയും മറിഞ്ഞൊക്കെ വേറെ വേറെ കളറാണ്. അപ്പോൾ എല്ലാവരും കാണട്ടെ. ഇത് നമ്മുടെ സാറന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള സാറുണ്ടല്ലോ, നമ്മുടെ മെയിനായിട്ടുള്ള സാറ് ഇവിടെ നിന്ന് മാറിപ്പോവുകയാണ്. നമ്മുടെ ജയിച്ച് ഇവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു യാത്ര പറച്ചിലും അവിടെയുണ്ട്. അപ്പം നമ്മുടെ യാത്രയപ്പൊക്കെ എന്തോ പിന്നീടാണെന്ന് പറയുന്നുണ്ട്. നമ്മുടേതായ ഒരു കുഞ്ഞ് യാത്രയപ്പ് പിന്നീടുണ്ടെന്ന് നമ്മുടെ യൂണിയൻ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓഫീസിലെ യൂണിയൻ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, എന്തോന്നാണല്ലോ ഈശ്വര പ്രാർത്ഥനയ്ക്ക് എല്ലാവരും എഴുതി നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവരും ഈശ്വര പ്രാർത്ഥനയ്ക്ക് എണീറ്റ് നിൽപ്പുണ്ട്.
അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടോ, ഞാനും അവരും കൂടെ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. കണ്ടോ, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഉടക്കുകയും ചെയ്യും കേട്ടോ. എൻ്റെ നല്ല സ്വഭാവത്തിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉടക്കുകയും ചെയ്യും. പാവം ഒന്നും പറയില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും പാവം ഒന്നും പറയില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കും. കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്കൊന്ന് വോയിസ് ഓവർ അതൊന്നും നമുക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാം ഞാൻ കട്ട് ചെയ്തു. ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ നേരത്തെ ഇടേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാ വീഡിയോ പിടിച്ച് നമ്മുടെ ഫോണൊക്കെ ഹാങ്ങായിപ്പോയി. വീഡിയോ മൊത്തം നിറഞ്ഞിട്ടുണ്ടല്ലോ, ഫോൺ മൊത്തം ഹാങ്ങായിപ്പോയി. ഇത് നേരത്തെ ഇടേണ്ട വീഡിയോ ആയിരുന്നു, എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിനത് താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല സുഹൃത്തുക്കളെ. എല്ലാവരും നിരന്നിരിക്കുന്നുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞതുപോലെ തന്നെ. അപ്പം ഞങ്ങളുടെ തിരുവാതിര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ തിരുവാതിര തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പാട്ടൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ. മാവേലി നാടോ വാണിടുങ്കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആ മതത്തോടെ വസിപ്പും കാലം, ആപത്തുമൊട്ടുമാർക്കില്ല താനും, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളവുമില്ല പൊളിവചനം, കള്ളം പറയും ചെറുനഴികൾ, കള്ളത്തരങ്ങളുമൊട്ടില്ല താനും, മാവേലി നാടു പണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആ മതത്തോടെ വസിക്കും കാലം, ആപത്തുമൊട്ടുമാർക്കില്ല താനും, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളവുമില്ല പൊളിവചനം, കള്ളം പറയും ചെറുനഴികൾ, കള്ളത്തരം ഒന്നുമില്ല താനും. പൂവിളി പൂവിളി പൊന്നോണമായി, പൂവിളി പൂവിളി പൊന്നോണമായി, പൂവിളി പൂവിളി പൊന്നോണമായി, ഓണമാണോണമാണിന്നുമോണം, കേരള നാട്ടിൽ ഇന്നുമോണം, ഓണമാണോണമാണിന്നുമോണം, കേരള നാട്ടിലും ഇന്നുമോണം, മലയാളി മക്കൾക്ക് ഇന്നുമോണം, കേരളമാകെ ഇന്നുത്സവമായി, മലയാളി മക്കൾക്ക് ഇന്നുമോണം, കേരള നാട്ടിൽ ഉത്സവമായി. കുമ്മിയടിക്കടി കുമ്മിയടിക്കടി മലയാളി പെണ്ണുങ്ങളെ, കുമ്മിയടിക്കടി കുമ്മിയടിക്കടി മലയാളി പെണ്ണുങ്ങളെ, ഓണമാണോണമണിന്നോണം, മാമല നാട്ടിൽ പൊന്നോണം, ഓണമാണോണമണിന്നോണം, മാമല നാട്ടിൽ ഇന്നോണം. നമ്മുടെ തിരുവാതിര പാട്ടുകളൊന്നും അല്ല കേട്ടോ. തിരുവാതിര പാട്ടുകളല്ലല്ലോ ഇവിടെ കാണുന്നതു നിങ്ങൾ. തിരുവാതിര പാട്ടൊന്നുമല്ല, അതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എനിക്ക് എൻ്റേതായ രീതിയിലുള്ള പാട്ടുകൾ ഞാൻ പാടുന്നത്. ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ. അപ്പം നമ്മുടെ തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മുടെ മക്കളെ പാട്ട് അവർ ഡാൻസാണേ, മറ്റേ കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ട് പാടിയിട്ടാണ് അവർ കളിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരി പാട്ട് പാടുന്നുണ്ട്, നമ്മുടെ കൂട്ടുകാരി പാട്ട് പാടുന്നുണ്ട്. പൂങ്കുയിലേ പൂങ്കുയിലേ എത്ര നാളാച്ചെടി നിന്നെ കണ്ടിട്ടെന്ന് പറഞ്ഞുള്ള പാട്ടാണ്. ആ പാട്ട് എനിക്ക് പാടാൻ അറിയില്ല.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം സദ്യ ഉണ്ണാനിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏതാണെന്ന് നമ്മുടെ ഈ വീഡിയോയ്ക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, സൂപ്പറാണോ പൊളിയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. തിരുവാതിരയ്ക്ക് എൻ്റെ വായിൽ വന്ന പാട്ടൊക്കെ ഞാനൊന്ന് പാടി ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളെല്ലാം വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ പിന്നെ ഓണസദ്യ ഉണ്ണാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഓണസദ്യ ഉണ്ണാനൊക്കെ ഇരുന്നിട്ടുണ്ട്. അതെ പരിപ്പും ചോറും കിച്ചടിയും പച്ചടിയും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഓണസദ്യയാണ്. പറയണ്ടല്ലോ, എല്ലാവർക്കും ഓണസദ്യയെക്കുറിച്ചൊന്നും ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ ഓണസദ്യ കഴിക്കാനിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തിരുവാതിര ആയതുകൊണ്ടേ നമ്മുടെ ജിമിക്കയും കമ്മൽ, ജിമിക്ക് കമ്മൽ എനിക്കിഷ്ടമില്ല കേട്ടോ ജിമിക്ക കമ്മൽ. എല്ലാവരും പറയുന്നുണ്ട് തിരുവാതിരയ്ക്ക് ജിമിക്ക ഇട്ട് വരണം, ഒരാൾ മാത്രം വട്ടക്കമ്മൽ പോരപ്പ, തിരുവാതിരയ്ക്ക് ജിമിക്കയും കമ്മൽ വേണമെന്ന് പറയുന്നത് ഞാനും എൻ്റെ മോളെ ഒരു ജിമിക്കയൊക്കെ വാങ്ങിച്ച് തൂക്കിയിട്ടുണ്ട്. എത്രത്തോളം ചേരുന്നില്ല അറിയില്ല. എന്തായാലും എനിക്കത് ഇഷ്ടമില്ല കേട്ടോ. നമ്മൾ കുറേ നാളുകൊണ്ടേ പിന്നെ വട്ടക്കമ്മലിട്ടിട്ടിട്ട് ഷഡ് നമുക്ക് തൂക്ക് കമ്മലെന്നതിനോടും വലിയ താല്പര്യമില്ല. പിന്നെ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞ് പാൽപ്പായസവും ബോളിയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു 10-15 മിനിറ്റുള്ള വീഡിയോ ആണ്. 10-15 മിനിറ്റുള്ള വീഡിയോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞങ്ങളെ പാട്ടും കൂത്തും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നാലെ ഊഞ്ഞാലാട്ടം, ഊഞ്ഞാല 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 ഊഞ്ഞാലാടുന്നുണ്ടല്ലോ കൂട്ടുകാരൊക്കെ, ഊഞ്ഞാലാടുന്നുണ്ടല്ലോ കൂട്ടുകാരൊക്കെ. തൊട്ടടുത്ത് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട്. ഞാൻ ഊഞ്ഞാലാടുന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് 2-4 പേർക്ക് ഇരുന്ന് ആടാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നെല്ലാവർക്കും ഊഞ്ഞാലാടാം. കുട്ടികളെല്ലാം ഇരിപ്പുണ്ട്. അപ്പം ഞാനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഊഞ്ഞാലാടുന്നതിൻ്റെയൊക്കെ എല്ലാം ഞാൻ കുഞ്ഞു വിശേഷങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് നിങ്ങളെ മുന്നിലെത്തിക്കുന്നത്. ഇപ്പം ഞാനും ഉണ്ട്. ഞാനും ഊഞ്ഞാലാടുന്നുണ്ട്. അത്യാവശ്യത്തിന് ഓണപ്പാട്ട് പോലും വായിൽ വരുന്നില്ല കേട്ടോ. ഊഞ്ഞാല ഊഞ്ഞാല ഊഞ്ഞാലാടുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ട് എനിക്ക് നിങ്ങളെ വേറെ ഒന്നും പറയരുത് കേട്ടോ. ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്നത്. പാട്ടൊക്കെ ഏതാണ് കറക്റ്റ് അല്ല, കോപ്പിറൈറ്റ് ഒന്നും വരാൻ സാധ്യതയില്ല. നമ്മളെ പാട്ടല്ലേ, നമ്മൾ പാടുന്നതല്ലേ, അതുകൊണ്ട് കോപ്പിറൈറ്റ് ഒന്നും വരാൻ സാധ്യത കാണില്ലെന്നാണ് വിശ്വാസം. എല്ലാവരും ഓടുന്നുണ്ട്, സെക്ഷൻ തിരിഞ്ഞ് എല്ലാവരും. നമുക്ക് നല്ലൊരു മനസ്സിനൊരു കുളിർമ തരുന്നതാണ് ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ കൂടുമ്പോൾ. നമ്മുടെ മൈൻഡ് ഫ്രീ ആവും, നമ്മൾ ഫ്രീ ആവും. നമ്മൾ കുറച്ച് സമയത്ത് നമ്മളെ തന്നെ അങ്ങ് മറക്കും കേട്ടോ. നമ്മുടെ കൂട്ടുകാർ പാട്ട് പാടുന്നുണ്ട്. ഏത് പാട്ടോ ആണ്, ഏതോ ഒരു പാട്ട് പാടുന്നുണ്ട്. താഴ്ത്തിക്കൊയ്യടി എന്നിട്ട് താഴ്ത്തിക്കൊയ്യടി പെണ്ണാളെ എന്തോ ഒരു പാട്ടാണ്, പാട്ട് ഓർമ്മയില്ല. എനിക്കൊരു പാട്ട് ഓർമ്മ വന്നാൽ ആ പാട്ടങ്ങൾ ഞാൻ പാടാമായിരുന്നു. ഏത് പാട്ട് പാടും ഏത് പാട്ട് പാടും എൻ്റെ ഷീവിനെയെ പാട്ടുകൾ കിട്ടുന്നില്ല. പാട്ട് വിട്ടുപോയി കേട്ടോ. ഏതെങ്കിലും ഒരു പാട്ട് പാടണമെന്നുണ്ടായിരുന്നു, പാട്ട് കിട്ടിയില്ല. എടുത്തത് തന്നെ വീണ്ടും ഒന്നുകൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തത് തന്നെ വീണ്ടും ഒന്നുകൂടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലെത്തിച്ചാലും കാണുന്നതൊക്കെ കണക്കാണ് സുഹൃത്തുക്കളെ, കാണുന്നതൊക്കെ കണക്കാണ്. എല്ലാവരും വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ ഇതെന്നേ ഇടേണ്ട വീഡിയോ എന്നറിയാം, ഇടാൻ പറ്റിയില്ല. നമുക്ക് ഇടാൻ പറ്റില്ല സുഹൃത്തുക്കളെ. എല്ലാവരും ഹാപ്പി ഓണം പറയുന്നുണ്ട്. നേരത്തെ ഞാൻ എടുത്തു വെച്ചത് ഒന്നുകൂടെയൊക്കെ സെലക്ട് ചെയ്തപ്പോൾ ഇതിൽ കൂടെയൊക്കെ ആഡായി കേട്ടോ. സെലക്ട് ചെയ്തതൊക്കെ ഇതിൽ കൂടെ ആഡായി. നേരത്തെ എടുത്തത് ഇതിൻ്റെ കൂടെയൊക്കെ ആഡായി. ക്യാമറയിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്തപ്പോൾ ഇതിനിടയിൽ ചുമയും വരുന്നുണ്ട് കേട്ടോ. ചുമയും പനിയൊക്കെ പിടിച്ചിരിക്കുന്നതിൻ്റെ കൂടെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ചുമയും പനിയൊക്കെ പിടിച്ചിരിക്കുന്നതിൻ്റെ കൂടെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്നെങ്കിലും നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിക്കാൻ പറ്റില്ല. ഈ വീഡിയോ ഒക്കെ ഡിലേ ആയിപ്പോവും. നമ്മുടെ ഫോൺ ഹാങ് ആവും, നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവും. അതുകൊണ്ട് ഇന്നെങ്കിലും ഈ വീഡിയോ ഇടണം. അപ്പം അവിടെ കളിക്കുന്നുണ്ട്. താകൃതാളം നല്ല താകൃതാളം, നല്ല താകൃതാളം വാഴും കൊടുങ്ങല്ലൂരിലമ്മേ. താകൃതാളം നല്ല താകൃതാളം നല്ല താകൃതാളം വാഴും കൊടുങ്ങല്ലൂരിലമ്മേ. ആ പാട്ടിൻ്റെതാണ്.
രാമായണം പണ്ട് പാടിയതൻ പാടാൻ കിട്ടുന്നില്ല പാടാൻ കിട്ടുന്നില്ല പാടാൻ കിട്ടുന്നില്ല. ഞാനും എൻ്റെ അലയനും കൂടി വീട്ടുവരമ്പിൽ പോകുമ്പോൾ വീട്ടുവരമ്പിലൊരു ചേനത്തണ്ട്. ആ ചേനത്തണ്ട് കിട്ടുന്നില്ല സുഹൃത്തുക്കളെ, കിട്ടുന്നില്ല. പാടാൻ പറ്റാത്തത് പാടുന്നില്ല. അപ്പം ഞങ്ങളുടെ പാട്ടും അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പാട്ടും തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പാട്ടും തുടങ്ങിയിട്ടുണ്ട്. പാട്ടിൻ്റെ സ്റ്റെപ്പൊന്നും ഇതിൽ ഇടാൻ പറ്റില്ല, സൗണ്ട് അത് ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ പാട്ടും ഇവിടെ ഞങ്ങളും പാടുന്നുണ്ട്. ഏത് പാട്ട് പാടും? ചെന്തേങ്ങ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും നിന്നെ കാണാം എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാം എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാം എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. പാട്ടുകൾ പാടുന്ന കിട്ടുന്നില്ല സുഹൃത്തുക്കളെ. ഏതെങ്കിലുമൊക്കെ പാടണമെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടുന്നില്ല. എന്താ ചെയ്യുക? അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണും. ടാറ്റാ, ബൈ ബൈ.